നമ്മുടെ പ്ലാൻ പറഞ്ഞ് ഇപ്പോൾ 6 മണിയാണല്ലോ, 6:30 നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക്. അവിടെ പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം രാമക്കൽമേട് പോവാണ്. രാമക്കൽമേട് ഈ നമ്മുടെ പ്രോപ്പർട്ടി വെക്കേറ്റ് ആക്കിയതിന് ശേഷമാണ് പോകുന്നത്. പോവാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാമക്കൽമേട് ആ ഒരു സൈഡിലേക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു റൂമാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൂമാണ്. നിങ്ങൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂമാണെന്ന് വേണം പറയാൻ. കാരണം നല്ല സ്പേഷ്യസ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് രാമക്കൽമേടാണ് കേട്ടോ. രാമക്കൽമേട് നമുക്കിന്ന് കുറേ പ്ലാനിങ്ങുകളുണ്ട്. പക്ഷേ എല്ലാം തന്നെ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമ്മൾ കുറേ ദിവസങ്ങളെ ഒരു വലിയ വീഡിയോ ഇട്ടിട്ട്. സോ ഇന്ന് നമുക്ക് രാമക്കൽമേട് പോയിട്ട് ഒരു വ്യൂ പോയിന്റ് കാണാം. ഇപ്പം ടൈം മോർണിംഗ് 5:30 ആയിട്ടുണ്ട്. 6 o'clock ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6:30 റൂമിൽ നിന്ന് ഇറങ്ങുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഇടിക്കാത്തത്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മഴയാണെന്നാണ് തോന്നുന്നത്. മഴയില്ലെങ്കിൽ അടിപൊളിയായിരുന്നു, മഴയാണെങ്കിൽ എല്ലാം കുഴഞ്ഞ്. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല തണുപ്പാണേ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ വലിയൊരു കോമഡി ഉണ്ട്. നമ്മൾ സാധാരണ ഈ തമിഴ് സിനിമയിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ഈ വില്ലന്മാരുടെ കൂടെ കുറേ പണ്ടത്തെ ടാറ്റ വണ്ടികളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണല്ലോ. അതുപോലത്തെ ഒരു സീനാട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടെയൊക്കെ ഏലത്തോട്ടം ഉണ്ടല്ലോ. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണിക്കാർ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈവൻ നമ്മളവിടെ പോലും ഏലത്തോട്ടത്തിൽ പണിക്കാർ വരുന്നത് അവിടെ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. സോ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം. കാരണം ഇനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് നല്ല കാടാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകണേ. ഞാനിവിടെ വന്നിട്ട് ചമ്മന്തിയാണ് മേടിച്ചത് കേട്ടോ. പിന്നെ ഹോട്ടലിൽ ഇപ്പോൾ കറണ്ടില്ല. സോ നമ്മൾ ഡാർക്ക്നെസ്സിലൊക്കെ ഇരുന്ന ഫുഡ് അടിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന കേട്ടോ. ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് എരിവ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നല്ല എരിവുള്ള ഫുഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര തന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് രാവിലെ ഈ അതിരാവിലെ 6 മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്നത് എനിക്ക് അത്ര ഒരു പറ്റുന്ന പരിപാടിയല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഫോറസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റ് ഒരു 5-6 കിലോമീറ്ററിനടുത്ത് ഫോറസ്റ്റ്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ മഴയാണെങ്കിൽ എവിടെയെങ്കിലും നിർത്തി. ഇപ്പം എല്ലായിടത്തും ഈ തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് കയറി നിന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ അവർ മിക്കവാറും നമ്മുടെ കൈ കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും മാറി നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ മഴയാണെങ്കിൽ ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ പോയി കഴിച്ചത്. ആണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കേട്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെക്ക് പോസ്റ്റ് അടക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കാഴ്ചകളൊക്കെ നോക്കിക്കേ. ചുറ്റും മലയാണേ. ഗൈസ്, നമ്മൾ വഴി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പൂച്ചപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ പൂച്ചപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഏറ്റവും കൂടുതലുള്ള തമിഴ്നാട്ടിലായിട്ട്. കാരണം നല്ല വെയിലടിച്ച് നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഈ പൂച്ചപ്പഴം കൂടുതലായിട്ടുള്ളത് കേട്ടോ. നല്ല യെല്ലോ കളറിലിരിക്കുന്നതിന് ടേസ്റ്റ് കൊള്ളത്തില്ല. കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് പഴുത്തു പോയതാണ്. അപ്പോൾ ഒരുപാട് യെല്ലോ കളറിലാവാത്തത് നിങ്ങൾ തിരഞ്ഞു നോക്കി പറിച്ച് കഴിക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓ ഇതന്നെ എൻ്റെ ഒരു കായനാലും ഉണ്ട് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മുന്തിരിത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഉള്ളിൽ പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ കേട്ടോ. സോ ഗൈസ് നമ്മൾ അവിടുന്ന് കണ്ടിറങ്ങി കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ അവരെൻ്റെ ബിഹൈൻഡ് ദ സീൻ കാണിക്കാറില്ലല്ലോ. അവിടെ ഫുള്ള് തിരക്കാണ് ഗൈസ്. പിന്നെ ഇതിനുള്ളിൽ കൂടെ നമുക്ക് മുഴുവൻ അങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റത്തില്ല. അതിനകത്തൊരു സ്ക്വയർ ആയിട്ട് അവരിങ്ങനെ കയർ കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിലേക്ക് ചിലപ്പോൾ 2-3 ബസ് അത്രയുള്ള ആൾക്കാരൊക്കെ വന്ന് കയറുന്നത്. സോ എല്ലായിടത്തും റഷാണ്, എല്ലായിടത്തും ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും കാണിക്കാൻ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്തിരിപ്പാടത്തിലെത്തി എന്ന് കാണിക്കാറുണ്ട്. പക്ഷെ ഞാൻ സത്യമായിട്ട് വിചാരിച്ചോണ്ടിരുന്നത് ഈ പാടത്തിനുള്ളിൽ കൂടെ മുഴുവൻ നമുക്ക് കയറി നടക്കാതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല സംഭവം. ഇനി ഒരുപാട് നമ്മൾ നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് രാമക്കൽമേട് അവിടെ വ്യൂ പോയിൻ്റ് കാര്യങ്ങളിലൊക്കെ പോകാനുണ്ട് കേട്ടോ. സോ അതൊക്കെ പോകണം. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ ഉറപ്പായിട്ടും മഴയായിരിക്കും.
സോ അതിന് വേണ്ടി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി നമ്മൾ അവിടെ ആട്ടോ ഇട്ടത്. കൂട്ടിൽ സ്ഥലമില്ലാതിരിക്കുന്ന അമ്മ. നല്ല സ്വീറ്റൊക്കെ ആയിരുന്നു, പക്ഷെ സ്ഥലമില്ല ഉള്ളി വെക്കാൻ. ഈ ജ്യൂസ് ഒന്നും മേടിച്ച ഉള്ളി വെക്കാൻ സ്ഥലമേ ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ മുന്തിരി തന്നെ മേടിച്ചു. എവിടെ കൊണ്ട് വെക്കും? സാധാരണ നമ്മളവിടെ ഉണ്ട് മരുന്നൊക്കെ വെച്ച് പഴിപ്പിച്ച് വെള്ളത്തോടെയല്ലേ. ഇതങ്ങനൊന്നും കേട്ടോ, അടിപൊളിയാണ്, നല്ല മരം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മധുരമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള മാങ്ങകൾക്കൊക്കെ. ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മധുരമുള്ള മാങ്ങ കിട്ടുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത്രയും മധുരമുള്ള മാങ്ങ കഴിക്കുന്നത്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് മാവിൻ്റെ വലിയ തോട്ടമുണ്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് 9:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഞാൻ തിന്നു. ഇത് ഭയങ്കര മധുരമാണ്. മധുരം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ തിന്നാൻ പറ്റുന്നില്ല. നമ്മൾ മടുത്തു പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത്രയും മധുരമാട്ടെ ഇതിന്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പുലി ഉണ്ടെന്നൊക്കെ. പക്ഷെ നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ പുലിയിലൊന്നും കണ്ടിട്ടില്ല. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ചൂടുണ്ട്, അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പായി. സോ ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇന്ന് നമുക്ക് സ്റ്റേയിലേക്ക് പോകാം കേട്ടോ. എല്ലാമേ പറന്നുപോയി. ഹായ് ഗൈസ്, നമ്മളവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ രാമക്കൽമേട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. കാറ്റ് കാരണം ഞാൻ പറന്നു പോകും ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരണമേ രാമക്കൽമേട് കുറവന്നെ കുറത്തിയുടെ സ്റ്റാച്ചു കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ വന്നാൽ. ഇവിടെ വന്ന് നമുക്ക് വ്യൂ പോയിന്റ് പോകാൻ പറ്റും, കുറത്തിയുടെ ആ സ്റ്റാച്ചു കാണാൻ പറ്റും. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ വലിയ മലയിൽ അതിന് മുകളിൽ കയറാം. 2 സ്ഥലമുണ്ട്. ഒന്ന് നമുക്ക് ട്രക്ക് ചെയ്ത് കയറാം, വേറൊന്ന് നമുക്ക് ജീപ്പ് വിളിച്ച് മാത്രമേ പോകത്തുള്ളൂ. ജീപ്പിന് ഒരു ഫുൾ ജീപ്പായിട്ടേ പോകുള്ളൂ. അപ്പോൾ അതിന് പാക്കേജ് 1800 രൂപയാണ്. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയായിരിക്കും. നമ്മളിപ്പോൾ സ്കൂട്ടി കൊണ്ട് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നനഞ്ഞ് ഐസായിപ്പോവും. പക്ഷേ ഈ കുറത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇടുക്കി ഡാമില്ലേ, ഇടുക്കി ഡാം പണിയാൻ വേണ്ടിയിട്ട് സായിപ്പുമാർക്ക് സ്ഥലം കാണിച്ചു കൊടുത്ത ആളാണ് കുറവൻ. അദ്ദേഹം ഒരു ആദിവാസിയായിരുന്നു. സോ അദ്ദേഹത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ ഇടുക്കി ഡാമിൻ്റെ 2 സ്ഥലത്തുള്ള മലകളില്ലേ, ഈ മലകൾ തമ്മിലാണല്ലോ എന്താ പറയുക അണക്കെട്ട് കെട്ടിയേക്കുന്നത്. അത് നിങ്ങൾക്ക് കുറവനെന്നും കുറത്തിയെന്നും പേരിട്ടേക്കുന്നത് കേട്ടോ. ആ സെയിം വ്യക്തിയെ തന്നെയാണ് ഇവിടെ ശില്പമായിട്ടുണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ഐതിഹ്യമായിട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സിമ്പിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ കാലുകുത്തിയ പാറയാണ് രാമക്കൽമേട് കേട്ടോ. കാണുന്നൊക്കെയാണ് രാമക്കൽമേടായിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ തമിഴ്നാടാണ്, അടിപൊളിയാണ് കാണാൻ. കാറ്റൊക്കെ എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്നതാണ് ഇവിടെ ഉള്ള ചേട്ടൻ പറഞ്ഞത്. മോസ്റ്റ്ലി നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു വട്ടം വരും പോകും കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോകണം കേട്ടോ. കുറച്ച് നേരം അവിടെ മുകളിൽ നിന്നു. ഒരുപാട് നേരം അവിടെ നിൽക്കുന്നില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴ വരും. മഴ വന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഇറങ്ങുവാണേ. സോ ഗൈസ്, നമ്മൾ ഇവിടെ ആ കുറവനെ കുറത്തിയുടെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് രാമക്കല്ലെന്ന് പറഞ്ഞൊരു കല്ലുണ്ട്, അതിന് മുകളിൽ പോകാൻ വേണ്ടി പോവാണ്. നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അങ്ങനെ വലിയൊരു കട്ടി മഴ പെയ്യില്ല. കാറ്റ് വരുമ്പോൾ മാത്രം ഇങ്ങനെ മഴ പെയ്യും. അയ്യോ, ഈ കയ്യിലൊരു മുള്ളുകുത്തി ഗൈസ്. നമ്മൾ സാധാരണ കാണാറില്ല ഈ മുള്ളിലൊരു പഴം ഉണ്ടായി നിൽക്കുന്നത്, അത് പറിക്കാൻ വേണ്ടി പോയതാ. ആ പോകുന്നതാണ്, ആ കാണുന്നതാണ് കേട്ടോ രാമക്കല്ല്. അതിൻ്റെ മുകളിൽ ഇപ്പടെ കാണുന്ന മലയുടെ മുകളിൽ നമുക്ക് ട്രക്കിംഗ് ആയിട്ട് മാത്രം കാണാറുള്ളൂ. അത് ഗൈസ്, നമ്മൾ രാമക്കല്ല് പോകുന്ന ആ ഒരു വഴിയിലാണ് കേട്ടോ. ശരിക്കും നല്ല ഫോറസ്റ്റാണ്.
മഴ പെയ്താൽ നമ്മൾ പെട്ട്. കാരണം ഭയങ്കര ഒന്നും അടിവശം കാണാൻ പറ്റാത്ത അത്ര ഒരു ഡാർക്കാണേ. നിങ്ങൾക്ക് വഴിയൊക്കെ കാണണേ കണ്ടോ കേട്ടോ. അയ്യോ ഞാൻ ചത്തു. ചക്രമുടി ഞാൻ കയറുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു എനർജി ഇന്ന് എനിക്കില്ല. കാണുന്നില്ല. ഇതെനിക്ക് ചക്രമുടി കയറിയ പോലെയാന്ന് എനിക്ക് തോന്നേ. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് നോക്കിയത്. മുകളിൽ സ്റ്റാച്ചു ഇരിക്കുന്നത്. ഗൈസ് അപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ മലയുടെ ടോപ്പിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇത്രയും ഹൈറ്റ് ഉണ്ട്. വീഡിയോ കാണുമ്പോൾ തോന്നുന്നൊന്നും അറിയത്തില്ല. നല്ല ഹൈറ്റാണ്, നല്ല കാറ്റാണ്. ഒന്നല്ലേ കാറ്റടിച്ച് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചാടിപ്പോവും, പറന്നു പോവും. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് വീഡിയോ എടുക്കാം. അപ്പം ശരി, നമ്മൾ മുകളിലേക്ക് പോവാണേ. ഹായ് ഗൈസ്, സോ ഫൈനലി നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ശരിക്കും ഞാനിവിടെ ഒരു കുഴിയിൽ ഇറങ്ങി നിൽക്കുവാണേ. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ബാലൻസ് പോയിട്ട് ഈ കൊക്കയിലേക്ക് വീട് പോകും. ശരിക്കും പറഞ്ഞാൽ നേരെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറന്ന് തമിഴ്നാട്ടിൽ പോയി നിൽക്കും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിരിക്കും, പക്ഷേ ദിസ് ഈസ് ദ റിയാലിറ്റി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫർ സൈഡ്. ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ടുണ്ടെങ്കിലും, എസ്പെഷ്യലി നിങ്ങൾ ഇടുക്കിയിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും, നല്ല വ്യൂ കിട്ടും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് പോകാത്താണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ അപാരമാണ്. നമ്മുടെ കൺട്രോൾ പോകുന്ന അത്രയും കാറ്റാണ് കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ടോപ്പിലുള്ള റോക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്, കയറിയിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ഇതിലൂടെയൊക്കെ കയറി പോകുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡേഞ്ചറാണ്. മഴ വന്നാൽ ഒരിക്കലും പിടുത്തമൊന്നും കിട്ടത്തില്ല കേട്ടോ. സോ മാക്സിമം സേഫായിട്ട് വരിക. നമ്മൾ പോകണേ, അത്ര ഉള്ളു. ബൈ ബൈ. സോ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു 1.5 hour നമ്മൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേ ചെയ്തിട്ട് കാണാം. ഗൈസ്, കാലിൽ ഫുള്ള് ചെളിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു കിണറുണ്ട്, അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് കാല് ഇടാന്ന് പറഞ്ഞു. പരി വേണ്ടി വന്നേക്കോണേ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റി. ഇതുവരെ മഴ പെയ്യുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും മഴ പെയ്യും. സോ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. ഇനി ഇവിടുന്ന് 41 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. സോ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ ഇറഗുലറായിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് സൂൺ പവറായിട്ട് എന്നും തന്നെ വ്ലോഗ്സ് ഇടാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. സോ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.